ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾ ഈ തുമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, Q&A ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ ആഫ്റ്റർ സർജറിയെ പറ്റിയുള്ള കുറേ ചോദ്യങ്ങൾ ഇനി കമൻസിലൂടെയും അല്ലാതെ പേഴ്സണലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ സർജറിയുടെ ഒരു ജേണിയെ പറ്റിയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് നല്ലപോലെ അത്യാവശ്യം വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇഷ്ടംപോലെ കമൻസും വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം അതിനുശേഷം നിങ്ങൾക്ക് അറിയാൻ കുറേ ആഗ്രഹം കാണുമായിരിക്കുമല്ലോ, ഇപ്പം എങ്ങനെയുണ്ടെന്നാണെങ്കിൽ പോലും ബുദ്ധിമുട്ടുകൾ, പിന്നെ ആ സർജറിക്ക് ശേഷമുള്ള കുറേ കാര്യങ്ങൾ, പ്രൊസീജിയർ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അതിനെപ്പറ്റി തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ടൊക്കെ കടക്കാം. എൻ്റെ കുറേ പേര് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ, ചേച്ചി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, എല്ലാം ഓക്കെ ആയോ? ഓക്കെ ആയെന്ന് ചോദിച്ചാൽ ഒരു 95% ഞാൻ നല്ലപോലെ ഓക്കെ ആയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. സർജറി കഴിഞ്ഞതിൻ്റെ ആദ്യത്തെ 2-3 മാസമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ലപോലെ ഞാൻ റിക്കവർ ആയിട്ടുണ്ട്. ഞാനിപ്പം എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാൻ പറ്റും, ജിൽ കളിക്കാൻ പറ്റുന്ന ഒരു രീതിക്കായിട്ടുണ്ട് ഞാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ വേദനയുണ്ടോ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ? വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം എന്നാ പറയാനാ, ബെഡിൽ നിന്നൊക്കെ പെട്ടെന്ന് നമ്മൾ എണ്ണിക്കില്ലേ, ഇപ്പം എണ്ണിക്കുമ്പോൾ നമുക്ക് വേദന വരും. അതുപോലെ തന്നെ തുമ്മുമ്പോൾ ഒരു രക്ഷയില്ല. തുമ്മുമ്പോൾ എനിക്ക് വയറ്റിൽ പിടിച്ചിട്ട് എനിക്ക് തുമ്മാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലാതെ തുമ്മുമ്പം നല്ലൊരു വേദന എനിക്ക് എടുക്കും. പിന്നെ എന്നാ പറയാനാ, ഈ സ്കൂട്ടറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ മണ്ടയ്ക്ക് കയറുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ കാലൊക്കെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുകളും അത്യാവശ്യം ഒരു ചെറിയ വേദനയുണ്ട്. പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ എനിക്ക് വേദനയേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ പെട്ടെന്ന് എണ്ണിക്കുമ്പോൾ, നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് എണ്ണിക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ആ വേദന എന്ന് പറയുമ്പോൾ അപ്പോൾ ഉള്ളൊരു സെക്കൻഡുകളിലുള്ള ഒരു വേദന മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് വേദനയേ ഇല്ല. പിന്നെ തൊടുമ്പോഴും ഞെക്കുമ്പോഴൊക്കെ ഉള്ളൂ വേദനകൾ. അടുത്തത്, ഫൈബ്രോയിഡ് വീണ്ടും വരാൻ ചാൻസ് ഉണ്ടോ? ഓഫ് കോഴ്സ്. അത് ഫൈബ്രോയിഡ് ആയിട്ട്, സിസ്റ്റായിട്ട് അതൊക്കെ നമുക്ക് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തിൻ്റെങ്കിലും ഒരു ബാക്കി അവിടെ കിടന്നില്ലെങ്കിൽ പോലും ഒരു വട്ടം ആ ഫൈബ്രോയിഡ് വന്നതുകൊണ്ട് വീണ്ടും ആ മുഴ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അറിയത്തില്ല എന്താണെന്ന്, വീണ്ടും വരുമോ വരാതിരിക്കുകയോ ഒന്നും അറിയത്തില്ല. ബട്ട് ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, പെട്ടെന്ന് കല്യാണം കഴിക്കാൻ, വേറൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് നമ്മളൊരു 1 ഇയർ കഴിയുമ്പോൾ, 1 ഇയറിനുള്ളിലെങ്കിലും ഒരു കല്യാണം കഴിച്ച് കുഞ്ഞായി കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസ് ക്യാരി ചെയ്യുമല്ലോ. അപ്പോൾ കുഞ്ഞവിടെ കിടക്കുകയില്ലേ, അപ്പോൾ കുഞ്ഞവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് മുഴ വരാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും നല്ല ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ചെറുക്കന്മാര് ചുവാടോ. അപ്പം ഇതുവരെയും എനിക്ക് കല്യാണം അങ്ങനെയൊന്നും പ്ലാനിങ് ഒന്നും ഇല്ല. ഞാനിങ്ങനെ 6 മാസം കൂടിയിരിക്കും, പിന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തിൽ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തു കളയാനല്ലേ ഉള്ളൂ. അത് ഇനി അടുത്തതെന്ന് വെച്ചാൽ, ഓപ്പറേഷൻ കഴിഞ്ഞ് ടൈറ്റ് ഡ്രസ്സൊക്കെ ഇടാൻ ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ബുദ്ധിമുട്ട്. നമ്മൾ മണ്ടയ്ക്കിടുന്ന ഡ്രസ്സിലൊന്നും ഒരു കുഴപ്പമില്ല, അതായത് ടോപ്പ് അങ്ങനെ ഉള്ളതിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ പാൻറ് എല്ലാം ഇടുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഇപ്പം പഴയ കുറേ ജീൻസുകളൊന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ജീൻസ്, ഷോർട്സ്, അങ്ങനെയുള്ള കുറേ ഡ്രസ്സുകൾ ഞാനിപ്പോൾ മാറ്റി വെച്ചേക്കാം. എന്താ ചെയ്യണമെന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല. കാരണം ഇച്ചിരി വയറും വെച്ചിട്ടുണ്ട്, പിന്നെ ടൈറ്റ് ഇടാൻ ഒട്ടും പറ്റത്തില്ല. ടൈറ്റ് ഇടാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അത് മുറുകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു വേദന നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഈ വീഡിയോ കാണുമ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാതെ എനിക്ക് പുതിയ ഡ്രസ്സുകൾ കുറേ വാങ്ങിച്ചു തരണം കേട്ടോ, പപ്പയെ എനിക്ക് വാങ്ങിച്ചു തരണം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അനിയനാണെങ്കിൽ എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അനിയന് കാര്യം മനസ്സിലായി. അവനാണെങ്കിൽ ബേസ്ബോളിന് വേണ്ടിയിൽ ആസാമിൽ കളിക്കാൻ പോയപ്പോൾ എൻ്റെ അനിയൻ അവിടെ നിന്ന് അടിപൊളി ഒരു ജൂട്ട് പാൻറ് എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നു. വെച്ചാൽ വള്ളിയുള്ള പാൻറ്. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വള്ളിയുള്ള ഡ്രസ്സുകളൊക്കെ ഇടാനേ പറ്റുള്ളൂ. ജീൻസ് ഇടാൻ പറ്റും, അത്രയും ലൂസായിട്ടുള്ള ജീൻസ് ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ടോപ്പൊക്കെ
പഴയ ജീൻസ് ഇടും ഞാൻ, അത് വേറെ കാര്യം. പഴയ ജീൻസും ഒക്കെ ഇടുമ്പോഴും എങ്ങനെ കാര്യം എങ്ങനെയാണെന്ന് അറിയോ, ടോപ്പൊക്കെ വലുതാണെങ്കിൽ ബട്ടൺസ് ഊരിയിട്ടിട്ടേ ഞാൻ നടക്കത്തുള്ളൂ, ഇടാൻ പറ്റത്തില്ല. അപ്പം എന്താ പറയുക, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ടൈറ്റ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. അത് ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. അതുവരെ ഇങ്ങനെ കെട്ടുള്ള പാൻറ് അങ്ങനെയൊക്കെ ഇട്ടാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം അതുകൊണ്ട് എനിക്ക് ഡ്രസ്സുകൾ ഭയങ്കര ക്ഷാമമാണ്. ക്ഷാമത്തിൻ്റെ അല്ല, ഇപ്പം ഞാൻ അധികം വെളിയിലോട്ട് പോകുന്നില്ല. മാസത്തിലൊരു 2-3-4 വട്ടം ദിവസം എങ്ങാണ് ഞാൻ വെളിയിൽ പോയാലേ ഉള്ളൂ. ഇപ്പം തന്നെ ഒന്നാമത്തെ കാര്യം, എനിക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങ് വയ്യാതെ വരും, അങ്ങ് ക്ഷീണമാണ് വരുന്നത്. പണ്ടത്തിനെ പോലല്ല, ഭയങ്കര തളർച്ചയാണ്. അപ്പം ചിലപ്പം ഈ എന്താ ഓപ്പറേഷൻ കഴിഞ്ഞ് ബ്ലഡൊക്കെ അമ്മാതിരി പോയില്ലായിരുന്നോ, അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ അനസ്തേഷ്യൊക്കെ തന്നില്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എനിക്കാണെങ്കിൽ എപ്പോഴും വേർത്ത് എന്താ പറയുക, സ്വെറ്റായിട്ട് എപ്പോഴും ഞാൻ ഇരിക്കുവാണ്. എന്നെ കൊണ്ട് ഒട്ടും കഴിയുന്നില്ല ഒന്ന് വെളിയിലോട്ട്. അതുകൊണ്ട് ഞാൻ മാസത്തിലൊരു ഇപ്പോൾ എന്താ മാക്സിമം പോയാൽ ഒരു 1 വീക്ക് ഞാൻ പോയി, അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഈ ഒരു ഡ്രസ്സിൻ്റെ ഇഷ്യൂ അല്ലാതെ എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 2-3 ദിവസം ഒന്നും വെളിയിലോട്ട് മാക്സിമം പോയി നിൽക്കാൻ പറ്റത്തൊന്നുമില്ല. അത് കഴിയുമ്പോൾ തന്നെ എനിക്ക് വീട്ടിൽ വരണമെന്നുള്ള ടെൻഡൻസി മാത്രമല്ല, അത്രയും എനിക്ക് വെളിയിലോട്ട് ഇറങ്ങി നിന്ന് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അമ്മാതിരി എന്താ പറയുക, ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം. ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആയിരിക്കും. കാരണം ചൂടെന്ന് പറയുമ്പോൾ ഭയങ്കര ചൂട്, മഴയെന്ന് പറയുമ്പോൾ ഭയങ്കര മഴ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. എനിക്ക് പെർഫെക്റ്റ്ലി ഞാൻ ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഫൈബ്രോയിഡ് കളഞ്ഞ പ്രഗ്നൻസി ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല. ഫൈബ്രോയിഡ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നന്റ് ആവാനൊക്കെ പറ്റും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അടുത്തത്, ചേച്ചി വീഡിയോയിൽ മെൻഷൻ ചെയ്ത ലാപ്പ് എന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പിക് സർജറിയാണ്. അതായത് കീഹോൾ സർജറി തന്നെ നമ്മൾ എന്താ പറയാനാ, നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നതേ ഉള്ളൂ. ഇനി അടുത്തത്, ഈ ലാപ്രോസ്കോപ്പിക് ആണോ ഓപ്പൺ സർജറി ആണോ ബെറ്റർ എന്ന്? ശരിക്കും പറഞ്ഞാല് നല്ലൊരു അത്യാവശ്യം, എന്നെക്കാട്ടിൽ നല്ല അത്യാവശ്യം വണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ലാപ്രോസ്കോപ്പിക് ആണ് നല്ലത്. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ മുഴകളൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇച്ചിരി വലിയ മുഴകളൊക്കെ ആയിരിക്കാം. അപ്പൊ വലിയ മുഴകളൊക്കെ ആണെങ്കിൽ ഈ കീഹോൾ വഴി നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ബുദ്ധിമുട്ട് കാരണം ഇപ്പം ടെക്നോളജി ഒക്കെ വളർന്നു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഇപ്പൊ എത്ര നല്ല ഹോസ്പിറ്റലിൽ പോയാലും അവർക്ക് അത്രയും കാണുന്നില്ല. അവർ മറ്റേ ഈ കീഹോൾ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രയും എടുക്കാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഓപ്പൺ ചെയ്തെടുക്കുവാണെങ്കിൽ കണ്ടും കേട്ടും യൂട്രസ് തുറന്നും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ അത്യാവശ്യം വലിപ്പം ഇല്ലാത്ത മുഴകളൊക്കെ ആണെങ്കിൽ ലാപ്രോസ്കോപ്പിക്കാണ് ബെറ്റർ. ഇത് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഞാൻ ആ കഴിഞ്ഞ വീഡിയോ പറയുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈവൻ എന്ത് പ്രശ്നങ്ങളാവട്ടെ, നിങ്ങളുടെ ദേഹത്ത് നിങ്ങൾക്കൊരു വേദനകൾ വന്നാലോ പ്രശ്നങ്ങൾ വന്നാലോ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെയാണ്. നമുക്ക് എപ്പോഴാണ് അസുഖം വരുന്നതെന്ന് നമുക്ക് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഗേൾസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പീരീഡ്സ് നേരത്തെയോ താമസിച്ചോ ഒക്കെയാണ് വരുന്നെങ്കിൽ പോലും നിങ്ങൾ കൊണ്ട് കാണിക്കുക. ഈവൻ ഒരു വേദന കൂടിയാൽ പോലും നിങ്ങൾ കൊണ്ട് കാണിച്ച് പെട്ടെന്ന് സ്കാൻ ചെയ്യാനുള്ളത് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ലത് ലാപ്രോസ്കോപ്പിക്കാണ്, നല്ലതാണ്. അതാകുമ്പോൾ പെട്ടെന്ന് എടുത്ത് കളയാൻ നിങ്ങൾക്ക് അധികം വേദനയൊന്നുമില്ല. വയറ്റിലൊക്കെ 2-3 കുറച്ച് വരയുടെ വ്യത്യാസമേ ഉള്ളൂ, അതിൽ കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്നാ പറയാനാ, ഈ ഓപ്പൺ സർജറി പോലെ 3 മാസം റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. മാക്സിമം പോയാൽ 1 മാസമൊക്കെ റെസ്റ്റ് മതി. പിന്നെ ലാപ്രോസ്കോപ്പിൻ്റെ സർജറി കഴിഞ്ഞാൽ പോലും ഹോസ്പിറ്റലിൽ അധികം ഡേയ്സ് ഒന്നും നിൽക്കണം. മാക്സിമം പോയാൽ 2 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പറഞ്ഞു വിടും. പക്ഷെ ഓപ്പൺ സർജറി അങ്ങനെയല്ല, നമ്മൾ നല്ലപോലെ റിക്കവറായി ബാത്റൂമിൽ നമ്മൾ തനിയെ എണീച്ച് നടന്ന് ബാത്റൂമിൽ പോയാൽ മാത്രമേ നമ്മളെ ഹോസ്പിറ്റലിൽ നമ്മൾ 5-6 ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മളെ വീട്ടിലോട്ടാക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഈ ഓപ്പൺ സർജറി ആണെങ്കിൽ പോലും നല്ല വേദനയും പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സഹായം ഇല്ലാതെ
എന്താ പറയാനാ, കുടിക്കാൻ പറ്റില്ല. എൻ്റെ കഴിഞ്ഞപ്പോഴത്തേക്കും 1 മാസത്തോളം മേല് എൻ്റെ അമ്മയായിരുന്നു എന്നെ കുളിപ്പിച്ചത്. അപ്പം കാരണം നമ്മളെ കൊണ്ട് സ്വന്തമായിട്ട് കുളിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ, അതൊരു വേദനയാണ്. പിന്നെന്താ, നമ്മളിപ്പം ആ ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മ എന്നെ പൊക്കിയെടുത്തോണ്ടാണ്, ബാത്റൂമിൽ കൊണ്ട് പൊക്കിയെടുത്തോണ്ടാണ്, ആ ഒരു ബെഡിൽ നിന്ന് ഇറങ്ങാൻ പോലും ഒരാളുടെ കൈയില്ലാതെ നമ്മളെ കൊണ്ട് പറ്റില്ല. അതിനെയാണ് ഈ ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ആ മുഴയ്ക്ക് എന്തോരം വലിപ്പം ഉണ്ടായിരുന്നു, ഫൈബ്രോയിഡ് ഒന്ന് കാണിക്കാമോ? എൻ്റെ മുഴയ്ക്ക് ഏതാണ്ട് ഒരു 12 സെന്റിമീറ്ററോളം വലിപ്പം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത്, ഞാൻ പോലും അറിഞ്ഞില്ല ഇത് എത്ര വർഷം കൊണ്ട് ഞാൻ വയറ്റിൽ ഇട്ട് നടക്കുമായിരുന്നു. അപ്പം നമുക്കും അറിയത്തില്ല, നമ്മളിപ്പം കുറേ കഴിയുമ്പോഴായിരിക്കും ഈ ഒരു സ്റ്റേജിൻ്റെ ഒക്കെ ഒരു ലിമിറ്റ് കഴിയുമ്പോഴായിരിക്കും ഇതുപോലെ ഭയങ്കര ബ്ലീഡിങ് ഒക്കെ ആയി കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ഇത്രയും വലിയൊരു മുഴ നമ്മുടെ യൂട്രസിനകത്ത് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അപ്പം ആ ഒരു മുഴയ്ക്ക് എൻ്റെ അതിനകത്ത് 12 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലാപ്രോസ്കോപ്പിക്ക് ചെയ്യാൻ, ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഓപ്പൺ സർജറി തന്നെ എടുത്തത്. പിന്നെ എൻ്റെ ശരീരം ചെറുതായതുകൊണ്ട് തന്നെയാണ് ഓപ്പണിലോട്ട് പോയത്. ആ മുഴ കാണിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഫോണിൽ കൂടെ കാണിക്കാം ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇതാണ് മുഴ. അപ്പം മറ്റേതിൽ ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ, വേറെ ഒന്നുമല്ല. ഇച്ചിരി ഈ മുഴ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഭയങ്കര വൾഗറല്ലേ, അപ്പം എല്ലാവരും കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ കുറേ പേര് അത് കാണണമെന്ന് ആഗ്രഹപ്പെട്ടെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ, ഇങ്ങനെ വരാൻ എന്തായിരുന്നു റീസൺ? പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഇപ്പോൾ വരുന്നത് കേൾക്കുന്നുണ്ടെന്ന്. ഞാനും കുറേ ഉണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട്, കുറേ പെൺകുട്ടികൾക്ക് യൂട്രസിൽ മുഴ വരുന്നുണ്ട്. കാരണം ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു 19 വയസ്സുള്ള ഒരു കൊച്ചിനാണ് യൂട്രസിൽ മുഴയുമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് കിടന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 25-26 വയസ്സുള്ള എനിക്ക് ഇങ്ങനെ വന്നെങ്കിൽ ആ 19 വയസ്സുള്ള കൊച്ചിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി ഒരു 6 മാസമൊക്കെ കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ പോയി സ്കാൻ ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ കറക്റ്റ് റെഗുലർ ആണെങ്കിൽ പോലും, എനിക്കൊന്നും ഇല്ല, റെഗുലർ ആണ്, എനിക്ക് പിരിച്ചൊക്കെ കറക്റ്റ് ആണ്, എനിക്ക് അങ്ങനെ പിരിച്ചിന് വേദനയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹങ്കരിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. കാരണം അതിൽ ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ ചിലപ്പോൾ ജനറ്റിക് ആയിരിക്കും, ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും, എന്താ നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 6 മാസം കൂടി ഇരിക്കുമ്പോൾ കണ്ടില്ലേ, ഒരു 19 വയസ്സുള്ള കൊച്ചിനാണെങ്കിൽ 18 വയസ്സുള്ള നിങ്ങൾ എന്തോ ചെയ്യണം, ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ ആകുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ചെറുതാണെങ്കിൽ സുഖമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തു കളയാം, പക്ഷെ വലുതായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിപ്പോ. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യന്, പെട്ടെന്ന് ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? എനിക്ക് ആദ്യം അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ ആയിരുന്നു പോയിട്ട് റിസൾട്ട് വാങ്ങിയത്. അപ്പം അവർക്ക് മനസ്സിലായി, ആ റിസൾട്ടിൽ വാങ്ങിയപ്പോൾ തന്നെ അതിനകത്ത് ഒരു സെന്റിമീറ്ററിന്റെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവന്മാർ പറയുന്നുണ്ട് ഇതെന്തോ ഉണ്ട്, ഇത് മുഴയോ അങ്ങനെ എന്തോ സംതിങ് ആണ്, ഇതെന്തോ ഉണ്ടെന്ന്. എന്നിട്ട് ഞാൻ വിശ്വസിച്ചേ അങ്ങനെ ഒന്നും കാണത്തില്ല, നമുക്ക് എന്തായാലും ഡോക്ടറിനെ കാണുമ്പം ചോദിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി പറഞ്ഞു ഒരു വലിയ മുഴയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ, ഞാൻ അപ്പൊ ഒരു ഇതായി, അയ്യോ എനിക്കും മുഴയോ, എൻ്റെ യൂട്രസിൽ എനിക്കും മുഴയോ എന്നുള്ള ഒരു ഇതായിപ്പോയി. അപ്പൊ ഞാൻ ഓക്കെ മുഴയല്ലേ എടുത്തു കളയാം. ഞാൻ എന്നോട് തന്നെ ഒരു ഇത് കാണിച്ചു, എന്നാ പറയാനാ, എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ്, ഇതൊക്കെ ഇതിന്റെ അപ്പുറമുള്ള ഓപ്പറേഷനൊക്കെ ഓരോരുത്തരൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അപ്പം ഈ ഒരു ഓപ്പറേഷൻ അത് ഓക്കെ ആണെന്നും പറഞ്ഞിട്ട് ഞാൻ ഇരുന്നു. എൻ്റെ മൈൻഡിലും എൻ്റെ ഒരു മനസ്സിലൊക്കെ ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു, മനസ്സിലായില്ലേ, ഓപ്പറേഷൻ ചെയ്യാനൊക്കെ. ചെയ്യാത്തോണ്ടുള്ള ഒരു ഇതായിരിക്കും, പക്ഷെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി ഞാൻ എൻ്റെ ബോഡിക്ക് ഒരു ഓപ്പറേഷനായിട്ട് എന്താ പറയുന്നത്, എന്തൊരു അസുഖം വന്നാൽ ഞാൻ ആദ്യമേ ഡോക്ടറിനെ കൊണ്ട് കാണിക്കുമെന്ന് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ കൊണ്ട് ഡോക്ടറിനെ കാണിക്കാം. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓക്കെ ആയിരുന്നു, മനസ്സിലായില്ലേ, ഞാൻ ചില്ലായിരുന്നു. അടുത്തത്, ചേച്ചിയുടെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ചേച്ചി നല്ല വൈബ് അടിച്ച് നടക്കുന്ന ആളാണ്. അപ്പൊ റെസ്റ്റ് ആയിരുന്ന ടൈമിൽ എന്തായിരുന്നു ഹോബി? അയ്യോ ഒന്നും പറയണ്ടായിരുന്നു. കാരണം ആ ഓപ്പറേഷൻ കഴിഞ്ഞ 2 ആഴ്ച എനിക്ക് ആ ബെഡിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു ഹെൽപ്പ് ഉള്ളൂ. അപ്പൊ എൻ്റെ അമ്മച്ചിയും ഉണ്ടായിരുന്നു, എൻ്റെ അനിയനുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലൊരു ഇതായിരുന്നു. എനിക്ക് പെട്ടെന്നാണ് എൻ്റെ
എന്താ പറയുക ബോഡി റിക്കവർ ആയി വന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താ ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നത്, അതായത് ക്രോഷ്യം ചെയ്യുന്നതായിട്ട്. ക്രോഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്വെറ്ററൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംതിങ്, എന്ത് വേണമെങ്കിലും ഇപ്പോൾ വെച്ചാൽ ആ നൂല് വെച്ചത് എന്ത് വേണമെങ്കിലും നമുക്ക് ആ യാൺ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ആ യാണിനെ പറ്റി ആ ക്രോഷ്യ കുക്കിനെ പറ്റിയൊക്കെ കുറേ എന്താ പറയാനാ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്താ ചെയ്ത് മറ്റേ ആ ക്രോഷ്യയുടെ ഹുക്കും അതുപോലെ ക്രോഷ്യൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി. അപ്പൊ തന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി അത് നോക്കിയിരുന്ന് പഠിച്ചു. അങ്ങനെ എനിക്കൊരു സൈറ്റ് കിട്ടി. അങ്ങനെ സൈറ്റിൽ കയറിയിട്ട് ഞാൻ കുറേ യാൺസും ഹുക്കും ഒക്കെ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്തു തുടങ്ങി. ചെയ്തപ്പോൾ എല്ലാം ഫ്ലോപ്പായി പോവാ, അൾട്രാ ഫ്ലോപ്പായി പോവാ. കിട്ടുന്നേ ഇല്ല, കെട്ടുന്നില്ല, പറ്റുന്നില്ല, ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അത്രയും വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും എനിക്ക് മാക്സിമം ഇപ്പൊ എനിക്ക് ക്രോഷ്യ ഒരു ടോപ്പ് ആണെങ്കിലും എന്താണെങ്കിലും തയ്ക്കാൻ പറ്റുന്നുള്ളൂ. എന്നൊരു ക്രോഷ്യ ടോപ്പിന്റെ ഒരു റിവ്യൂ ആയിട്ടൊക്കെ ഞാൻ വരാം ഞാൻ എങ്ങനെ ചെയ്തത്. കാരണം ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത് ഞാൻ അത്ര ഡീറ്റെയിൽ ആക്കിയില്ല. കാരണം നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് മാത്രം ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം മടി തന്നെയാണ്. പിന്നെ എനിക്ക് എന്താണ്, ഞാനാണെങ്കിൽ ചെന്നൈയിലൊക്കെ പോയായിരുന്നു. അപ്പോൾ ചെന്നൈ പോയിൻ്റെ ഒക്കെ കുറേ റെസ്റ്റും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം, എന്താണുള്ള കണ്ടന്റ് ഷോർട്സ് എന്നൊക്കെ അതിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട് എനിക്ക് ഓരോ വേറെ ക്രോഷ്യ ടോപ്പ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും ഒരു കണ്ടന്റ് ആവട്ടെ, അതിനെപ്പറ്റി ഞാൻ ഇടാം, അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതായിരുന്നു എൻ്റെ ഹോബി. അടുത്തെന്ന് വെച്ചാൽ വീട്ടുകാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്ന്. വീട്ടുകാർക്ക് അങ്ങനെ എന്താ പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും വിഷമമായിരിക്കുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ് അവരുടെ ആ മൈൻഡ് അങ്ങ് മാറ്റി. അപ്പം വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് എല്ലാം തരണം ചെയ്യണമല്ലോ. അപ്പം ഇതും അങ്ങ് കടന്നുപോയി, അത്രേ ഉള്ളൂ. ചേച്ചി എങ്ങനെ അത് ഓവർകം? സെയിം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ മൈൻഡും ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പം ഈവൻ ഈ വേദനകൾ പോലും ആണെങ്കിൽ പോലും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പകുതി വേദനകൾ എനിക്കൊന്നും ഇല്ല, വേദന ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി നടന്നപ്പോഴാണ് എനിക്ക് വേദനകളെല്ലാം മാറിയത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റേ മുഴയുള്ള ടൈമിൽ, നീ ഇത് എങ്ങനെ വെച്ചോണ്ട് നടന്നു, നിനക്ക് വേദന ഇല്ലായിരുന്നു. ഇത്രയും നമുക്ക് ഈ പീരിയഡ്സ് വേദനയുടെ വേദനയെക്കാട്ടിലും അപ്പുറമാണ് ഈ മുഴ ഇരിക്കുമ്പോൾ ഉള്ള നമ്മുടെ വേദന. ഞാൻ അതൊന്നും അറിഞ്ഞില്ല. ഞാൻ ആ വേദനയെ കടിച്ചു പിടിച്ചിട്ടാണ് ഞാൻ നടന്നത്. അപ്പൊ ഇപ്പോഴേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ അന്ന് നിനക്ക് വേദന എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവർക്കും വരുന്ന പീരിയഡ്സ് വേദന എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ നിനക്ക് അമ്മാതിരി വേദന ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറയും. ഇനി അടുത്തതെന്ന് വെച്ചാല് അങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണോ ചേച്ചി ചെന്നൈ ട്രിപ്പ്? ഇനി ഇതുപോലുള്ള ട്രാവൽ ട്രിപ്സ് കാത്തിരിക്കുന്നു. കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു റിയൽ ആയിട്ടാണ് ആ ഒരു വ്ളോഗ് കണ്ടേന്ന് പറഞ്ഞ് എനിക്ക് കുറെ ഇത് റിവ്യൂസ് ഒക്കെ വന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ചെന്നൈ ട്രിപ്പ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് റിവീൽ വേണ്ട ഞാൻ വേറെ വ്ളോഗിൽ റിവീൽ ചെയ്യും എന്തുകൊണ്ടാണ് ചെന്നൈ പോയെന്ന്. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ചെന്നൈ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫ്രണ്ട്സും കൂടെ എല്ലാം കൂടെ പോയി. അപ്പം ആ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും ഇച്ചിരിയും കൂടെ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ മൈൻഡൊക്കെ നല്ല ക്ലിയർ ആയി. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഭയങ്കര ചിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഇച്ചിരിയും കൂടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ട്രാവൽ ട്രിപ്സ് ഒക്കെ ഞാൻ തരാം. ഞാൻ കുറേ ട്രാവൽ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ട്രാവലിന്റെ കുറേ വീഡിയോസ് ഒക്കെ ഇടാം. കാരണം നമ്മുടെ യൂട്യൂബും വളരണമല്ലോ. പിന്നെ ചേച്ചി ഒത്തിരി എല്ലാം മാറിയല്ലോ, ചേച്ചി ഒത്തിരി ഇഷ്ടമാണ്, എല്ലാം മാറിയല്ലോ. യെസ്, എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അടുത്തത് ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടൊരു വീഡിയോ ആയിരുന്നു ചേച്ചിയുടെ ഓപ്പറേഷന്റെ. എൻ്റെ കൂട്ടുകാർക്കും സെയിം അവസ്ഥയായിരുന്നു. ചേച്ചി എന്ത് കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അവർക്കും അയച്ചു കൊടുത്തു, അവർക്കും ഒരുപാട് ഹെൽപ്ഫുള്ളായി. അത് എൻ്റെ അടുത്തും കുറേ പേര് പറഞ്ഞു. ഞാൻ ഈ വീഡിയോ ഇട്ടത് കൊണ്ട് കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് അല്ല, ഓഡിയൻസിൽ നിന്ന് എനിക്ക് കുറേ നെഗറ്റീവ് ഒക്കെ വന്നിരുന്നു. അതായത് പ്രായം ചെന്നവരൊക്കെയാണ്, ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാവോ, ഇത് ആരെ അറിയിക്കാതെ ചെയ്തിട്ട് ഇതെങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്ക് എന്തിനാ ഇട്ടേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറൊന്നുമല്ല വിചാരിച്ചത്. എന്നെ പോലെ ഞാൻ ആ വേദന അനുഭവിച്ച ആളാണ് ഞാൻ. അപ്പൊ എന്നെ പോലെ ഇങ്ങനത്തെ ഉള്ള പെൺകുട്ടികൾ, കാരണം വലുതായിട്ട് വേദന അനുഭവിക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഒരു 30 വയസ്സിനൊക്കെ താഴെ ഉള്ളവര് ഇങ്ങനത്തെ ഒരു വേദന അനുഭവിക്കുമ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്താലേ പറ്റൂന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. കാരണം
നിങ്ങളും അറിയണം. ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പം കാണുന്ന എത്രയോ പേരെ ചിലപ്പോൾ വയറ്റിൽ ഈ മുഴയുണ്ടെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് ചിലപ്പം ആ ചേച്ചിക്ക് വന്നല്ലോ, ആ കൊച്ചിന് വന്നല്ലോ, നമുക്കും ഒന്ന് സ്കാൻ ചെയ്യാം. അപ്പം നിങ്ങളും ആലോചിക്കും, എനിക്ക് ഇതുപോലെ നല്ല വേദനയുണ്ട്, പീരീഡ്സ് ഒക്കെ മാറിയിട്ടാണ് നിൽക്കുന്നത്, ഞാനിപ്പോൾ അത് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് വിട്ട് കളയുന്നതുകൊണ്ട് എന്താ പറയുന്നത്, എനിക്ക് എന്തുവാ ഇതാണോ ഡൗട്ട് അടിച്ച് നിങ്ങൾ സ്കാൻ ചെയ്ത് പോയവരുണ്ട്, എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായ ഒരു വീഡിയോ. വേറെ ഒന്നുകൊണ്ടല്ല, അത്രയ്ക്കും നല്ലൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് കുറേ നല്ല പോസിറ്റീവ് ആയിട്ടുള്ളത് വന്നു. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഇതുപോലെ എല്ലാ വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കുക. അപ്പം ഇതാണ് ഇന്നത്തെ ഈ Q&A ക്വസ്റ്റ്യൻസ്, ആഫ്റ്റർ സർജറിയുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.